എടാ നിങ്ങളിങ്ങനെ കാര്യം അറിയാണ്ട് ഈ ഐഫോൺ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യല്ലേട്ടാ. കുറേ അണ്ണന്മാർ പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോഴും ഈ ഒരു ഐഫോൺ ഒരു മോശം പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഈ പറയുന്ന അണ്ണന്മാർ ഉപയോഗിക്കേണ്ടാവുക ഐഫോണ്, ഐപാഡ്, മാക്ബുക്കൊക്കെയാണ്. പക്ഷേ നാട്ടുകാരുടെ അടുത്ത് പറയും ഐഫോൺ മോശമാണെന്നുള്ളത്. എടാ ഞാൻ 11 ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച ആളാണ്. അതിൽ സാംസങ് ആണ് കൂടുതൽ, പിന്നെ എസ് സീരീസ് ഇൻക്ലൂഡഡ് ആണ്. എന്നിട്ട് എനിക്ക് ഐഫോൺ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ഒരു ഫീൽ, അതൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. എടാ ഇപ്പോഴും നോക്കി നോക്കി, ഗെയിമിങ്ങിന് ബെസ്റ്റ് ഐഫോണാന്ന് പറയണം. ഐക്യു ഓക്കെയാണ്, പക്ഷേ മേജറായിട്ടുള്ള ഗെയിമേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഐഫോണാണ്. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിന്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇതൊക്കെ ഐഫോണാണ് ബെസ്റ്റ്. എന്നിട്ട് ഐഫോൺ മോശം. നിങ്ങൾ ഈ ഐഫോൺ മോശം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണോ? ശരിയാണ്, ചില ഫീച്ചേഴ്സ് കുറവാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. എടാ അതിനൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഐഫോണിൽ തന്നെ ഉണ്ട്. അത് ആരും എക്സ്പ്ലോർ ചെയ്ത് പോകില്ല എന്നുള്ളൂ. അതേപോലെ ഒരു മെയിനായിട്ടൊരു പ്രശ്നം തോന്നിയെന്നൊക്കെ വെച്ചാൽ ഈ മറ്റേ AI ഫീച്ചേഴ്സ് വളരെ മോശമാണ്. പക്ഷേ അത് അവർ ഇമ്പ്രൂവ് ചെയ്യും. അതൊഴികെ ഐഫോൺ എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം അസറ്റാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഒരു 10 years ഒക്കെ നിങ്ങളൊരു ഐഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും അവർ ഡിസൈനൊന്നും മാറ്റാണ്ട് ഇതേ ഡിസൈനിലും വലിയ ഫീച്ചർ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് കൊടുക്കണേ. എടാ നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഐഫോൺ 17 ഇറങ്ങി കഴിഞ്ഞാൽ മേടിക്കാൻ ലോകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർ ഈ ഡിസൈൻ മാറ്റാണ്ട് ഇതേ സെയിം 16 Pro Max തന്നെ അടുത്ത കൊല്ലം ഇറക്കി കഴിഞ്ഞാൽ അതും ആൾക്കാർ വാങ്ങിക്കും. അതാണ് ഐഫോണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ ഷോപ്പിൽ പോയി നോക്കി, 5 വർഷം പഴക്കമുള്ള ഐഫോണിന് ഇപ്പോഴും നല്ല മാർക്കറ്റ് വാല്യൂ കിട്ടും. എന്തിനു പറയുന്നത്, 10 വർഷം മുന്നത്തെ ഐഫോൺ വരെ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേക ഡിവൈസാണ് ഐഫോൺ എന്ന് പറയുന്നത്. 13 സീരീസിൽ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ വന്നിരുന്നു. അതൊഴികെ വേറെ സീരീസിലൊന്നും ഇതുവരെ മേജറായിട്ടുള്ള കംപ്ലയിൻസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രൈസ് കൂടുതലാണ്, ശരിയാണ്. നിങ്ങൾക്ക് എങ്ങനെയും അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വൺസ് ഐഫോൺ ഉപയോഗിച്ചതിന് ശേഷം ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. ഞാൻ 17 സീരീസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നത്. അതിൻ്റെ താഴെ കുറേ ഡീഗ്രേഡിങ് കണ്ടുകൊണ്ടാണ് ഞാൻ ഐഫോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് കറക്റ്റായിട്ട് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഐഫോൺ ഇസ് ദ ബെസ്റ്റ് ഡിവൈസ്. ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 10 കൊല്ലത്തേക്ക് ആ ഫോൺ വെച്ച് എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. അതാണ് ഐഫോൺ. പിന്നെ ബാറ്ററി ഹെൽത്ത് കുറയും. അത് നിങ്ങൾ മാറ്റേണ്ടി വരും. അത് മാറ്റിയാലും നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ എടുക്കേണ്ട പ്രൈസ് വരുന്നില്ലല്ലോ. അപ്പോൾ ഐഫോണിനെ പറ്റി മനസ്സിലാക്കാണ്ട് നിങ്ങൾ സംസാരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളൊരു ഐഫോൺ യൂസറാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യും. അത് ഈ ഐഫോണിനെ ഡീഗ്രേഡ് ചെയ്യണം മച്ചന്മാരൊന്ന് കാണട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ പറയാനായിട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ. അതുപോലെ അടിപൊളി വരുന്നതായിരിക്കും.